വാട്സാപ്പിലെ ഈ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾ ഇതുവരെയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ? Then you're missing out something. നിങ്ങളുടെ വാട്സാപ്പ് ഇൻസ്റ്റഗ്രാമുമായി ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോയതിനു ശേഷം പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ഓൺ ആഡ് ലിങ്ക്സ്. അതിനുശേഷം പ്ലസ് ഐക്കൺ അമർത്തി നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം യൂസർ നെയിം ആഡ് ചെയ്ത് സേവ് ചെയ്യാം. വാട്സാപ്പ് സ്റ്റേറ്റസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചില ഫീച്ചേഴ്സ് ആണ് ഇനി പരിചയപ്പെടുത്തുന്നത്. ടെക്സ്റ്റ്, മ്യൂസിക്, വോയിസ്. അതുപോലെ തന്നെ ക്ലിക്ക് ഓൺ ക്യാമറ. ഇതിൽ നിങ്ങൾക്ക് വീഡിയോസ് അതുമല്ലെങ്കിൽ ഫോട്ടോസ്, ടെക്സ്റ്റ്, സ്റ്റേറ്റസുകളായിട്ട് ഇടാം. ഇനിയല്ല നിങ്ങൾക്ക് ഒരു സോങ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തതിനു ശേഷം വാട്ട് യു ഹാവ് ടു ഡു ഇസ് മുകളിൽ കാണുന്ന മ്യൂസിക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യാം. വാട്സാപ്പ് ബാക്ക്ഗ്രൗണ്ട് ബോറായി തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ തീംസ് മാറ്റാം. സെറ്റിംഗ്സിൽ പോയിട്ട് ചാറ്റ്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡിഫോൾട്ട് ചാറ്റ് തീം സെലക്ട് ചെയ്യാം. അവിടെ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാറ്റ് തീം സെലക്ട് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഡാർക്ക് തീമും അവൈലബിൾ ആണ് കേട്ടോ. വാട്സാപ്പിൽ വീഡിയോ മെസ്സേജസ് അയക്കാൻ വേണ്ടിയിട്ട് ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് ആ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുക. ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ഓൺ വീഡിയോ നോട്ട്സ്. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ റെക്കോർഡ് ചെയ്യേണ്ടത് അത് റെക്കോർഡ് ചെയ്യാം. യു ക്യാൻ യൂസ് ഡിഫറെന്റ് ഫിൽറ്റേഴ്സ്. അതുമല്ലെങ്കിൽ എഫക്ട്സ് യൂസ് ചെയ്യാം. പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫീച്ചർ ആണ് ഈ എഫക്ട്സ്. പപ്പി അതുപോലെ തന്നെ മറ്റ് പല ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ക്ലിക്ക് ഓൺ റെക്കോർഡിംഗ്. റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് സെൻഡ് ചെയ്യേണ്ടത് ആർക്കാണോ അവർക്ക് അയച്ചു കൊടുക്കുക. സോ ഇനിയിപ്പോ വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ മാത്രം യൂസ് ചെയ്യേണ്ട ഈ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്തു.